so proudly we hailed at the twilight's last gleaming, whose broad stripes and bright stars through the perilous fight o'er the ramparts we watched were so gallantly streaming, and the rockets red glare, the bombs bursting in air, gave proof through the night that our flag was still there. Oh, say does that star-spangled banner yet wave o'er the land of the free and the home of the brave. Vindhya Himachala Yamuna Ganga Ujjala Jaladi Taranga Tava Shubha Name Jahe Tava Shubha Ashish Mahe Gahe Tava Jaya Gatha Janagana Mangala Dayaga Jaya He Bharat Bhagya Vidana Jaya He Jaya He Jaya He Jaya 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 He. മാനവികതയുടെ ചരിത്രം കുടിയേറ്റത്തിൻ്റെതാണല്ലോ. മാസിയുടെ ചരിത്രവും അതിൽ നിന്ന് വിഭിന്നമല്ല. 1970 തുടക്കത്തിൽ നാട്ടിൽ നിന്ന് സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും പെറ്റമ്മയെ പോലും വിട്ട് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത കുറേ മലയാളികൾ, അവരിൽ ചിലർ ഇവിടെ ഈ സ്റ്റാറ്റൻ ഐലൻഡിലും എത്തുകയുണ്ടായി. 1970 തുടക്കത്തിൽ ഏതാനും ചെറുപ്പക്കാർ ഒത്തുകൂടുകയും അവരുടെ മനസ്സിൽ ഒരു ആശയം ഉദിക്കുകയും ചെയ്തു. ആ ആശയത്തിൻ്റെ സാക്ഷാത്കാരമാണ് മലയാളി അസോസിയേഷൻ ഓഫ് സ്റ്റാറ്റൻ ഐലൻഡ്. മലയാളി അസോസിയേഷൻ ഓഫ് സ്റ്റാറ്റൻ ഐലൻഡിൻ്റെ പ്രസിഡന്റ്, 42ാമത് പ്രസിഡന്റായ മിസ്റ്റർ ജേക്കബ് ജോസഫ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അതുപോലെ തന്നെ ആദ്യകാല പ്രവർത്തകനും പരോപകാരപ്രിയനും സാമൂഹിക സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതുമായ നമ്മുടെ പ്രിയങ്കരനായ 42ാമത് പ്രസിഡന്റ് ശ്രീ ജേക്കബ് ജോസഫിനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇൻസ്പെക്ടർ ശിവു മധു, അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും വളരെയേറെ സ്നേഹത്തോടും അതിലേറെ ആദരവോടും കൂടി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Next is presidential speech. I would like to welcome our 42nd president, Mr. Jacob Joseph, to do his presidential address. To provide you the bouquet. ഞാൻ 42ാമത്തെ പ്രസിഡന്റ് ആണെങ്കിലും നമ്പർ അനുസരിച്ച് 29ാമത്തെ പ്രസിഡന്റാണ് ഞാൻ. കാരണം പലരും 2 പ്രാവശ്യവും 3 പ്രാവശ്യമൊക്കെ ഈ അസോസിയേഷൻ്റെ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട്. 30ാമത്തെ പ്രസിഡന്റാണ് ഞാൻ. ഈ അസോസിയേഷനെ ഇതിൻ്റെ പുരോഗതിയിലേക്ക് നയിച്ച എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പലരും നമ്മൾ ഈ സ്ഥാനത്തേക്ക് ഇത് നടത്തിയ പ്രസിഡന്റുമാർ പലരും ഈ മൺമറഞ്ഞ് പോയിട്ടുണ്ട്. അവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ ഈ സമയത്ത് ഓർക്കുകയും അവരെ സ്മരിക്കുകയും ചെയ്യുക. ഞങ്ങൾ ഈ വർഷത്തിലെ ആദ്യത്തെ ഈ ഇനാഗുറേഷന് ശേഷം നടത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവർത്തനം, ഒരു പ്രോഗ്രാം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജൂലൈ മാസത്തിലെ 2ാം വാരത്തിൽ ഞങ്ങൾ പോക്ലോസിലെ ഒരു റിസോർട്ടിൽ 2 ദിവസം പോയി ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്ത് അവിടെ കഴിഞ്ഞ്
അടിച്ചു പൊളിച്ച് തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ കമ്മിറ്റി ആലോചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട് പിക്നിക്ക്, വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന പിക്നിക്ക് കോവിഡിന് ശേഷം നിന്നുപോയി. അതിനുശേഷം അത് പുനരാരംഭിക്കാനൊന്നും സാധിച്ചില്ല. എന്നാൽ ഈ വർഷവും അത് ആരംഭിക്കണമെന്ന് ആലോചിച്ചപ്പോൾ കമ്മിറ്റിയിലെ നല്ല റിസൾട്ടല്ല. കാരണം അതിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, പാർക്കും കാര്യങ്ങളും കിട്ടാനൊക്കെ പ്രയാസമാണെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ വീടിൻ്റെ ബാക്ക്യാർഡിലെ ഒരു പൂറുണ്ട്, മറ്റുള്ള ആഹാരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും ആ പിക്നിക്ക് എൻ്റെ വീടിൻ്റെ ബാക്ക്യാർഡിൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സാധ്യമാക്കി തീർക്കാൻ പറ്റും. അതിനായി ജൂലൈയിലോ ആഗസ്റ്റിലോ എപ്പോഴെങ്കിലും സമയം അനുവദിക്കുന്നതനുസരിച്ച് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി ഓണാഘോഷ പരിപാടികളാണ്. ഓണാഘോഷം ഈ വർഷം സെപ്റ്റംബർ 6-ാം തീയതി ശനിയാഴ്ച നടത്തണമെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. നിങ്ങളുടെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിനായി നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ സാധാരണ പതിവുള്ളത് പോലെ തന്നെ അല്ലാണ്ട് സിറ്റി കസീനോയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു ബസ്സിലെ ആ ട്രിപ്പിനും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതിലും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ളത് ക്രിസ്മസ്, ദീപാവലി സമയങ്ങളാണ്. ആ സമയത്ത് നമ്മുടെ സൗകര്യപ്രകാരം ഏതെങ്കിലും ഒരു ദിവസം തീരുമാനിച്ച കമ്മിറ്റി ഇതുവരെ ആലോചിച്ചിട്ടില്ല. എന്നാൽ അതും ഈ വർഷം നടത്തുന്നതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. It is my honor and privilege to welcome, or actually introduce, our chief guest, Inspector Shibu Madhu, to Massey's inaugural celebration. Good evening, everybody. Thank you very much for that wonderful introduction. As she explained, I grew up in India. My parents are originally from Malaysia. They're both Nair. But when they were still young, they moved to Madras. So I grew up, and my sister, we both grew up in Madras. So, you know, shame on my parents. We spoke Tamil more at home. So I'm very fluent in Tamil. I can understand, and I understood everything that the president said. But if I speak in Malayalam, it'll be like a comedy hour here. So I'm going to refrain from doing that. Like she introduced me, I went to Penn State. Like a typical Indian child, I wanted to be a doctor. I went there for, the pre-medicine program to be a cardiologist. I was still in high school when the events of September 2001 happened. To this day, I still remember being on the 4th floor of my high school building, looking out and seeing the towers, go up in flames. So that really stuck with me, and I realized about 2 years into the program that my heart wasn't into becoming a doctor. It's something that I thought I wanted, then I realized I'm going to veer from it, and I ended up becoming a police officer. And I think that's the best thing I could have done for myself in terms of, what I see day to day, right? And why is it so important? Just to point out, the first Indian to become a captain was Stanley George in 2007. Even before I became a cop, the first Indian to get to that rank was Stanley George. Then we had the first Indian to make it the deputy inspector in 2021 was Liju Tota. And now in December, I was able to become the first Indian to become the inspector. And I consider all three to be very significant because not just the first Indian to do it, all three of us happen to be Malayalis, which I'm very proud of. So that's why organization like this is really helpful because, you might have family out of state, maybe in Texas, California, whatever, and they're going through something, or I've had family members from Texas reach out to us to try and find,
people go through life. We have cases where people are going missing, victims of crime, and some substance abuse. We are here. We are a resource that helps you understand what's going on with your family members a little bit better. So please don't hesitate to reach out. We're here. The purpose of us getting here is to help everybody that looks like us. Right? If I get here and I don't help anybody, what's the point of me getting here? That's great that I got here, but I want to be here to help others in a position that needs our help. We are available, we're willing, we want to make our entire community better. So if you ever need anything, I left my information, business cards I have, so please feel free to reach out. We're here for you. I want you to know that, all right? Thank you so much once again. We just want to introduce ourselves. We started in 2020 and we're coming up on our 5th year as an organization. Like Shibu said, the organization is here to support our Malayali community and also support the Malayali officers. When I came on the job, I came on in 2007. Then there was barely any Malayalis on the job, especially Indians specific. And organization like this is for the community. And if you ever need any help, reach out. I have my business card if you want my number. Also, you guys don't know, but I don't have to introduce you. Stanley's favorite. I'll give it to him, let him talk to you guys. Who is that? Now, most of you guys know me. Like Nitin and Inspector said, AMLU is almost like a conduit between the law enforcement and the community. We are here to help the community, especially the Malayali community, right? There's a lot of things that we don't know, our community doesn't know how to handle, how to approach. That's what we're here for. We are learning while we doing things, but still, we want to help the community to get all the resources available when we are in a crisis. That's what we're here for. Reach out to us. AMLU.org is our website. You could email us. Our telephone number is there. Contact us. Many of you know me personally. Contact us if you guys need anything, and we'll try to help you as much as possible. Thank you. Thank you. Hey guys, my name is Joe. I'm very grateful for your invitation here to us tonight, and we're very grateful to be here to support our Inspector Shibu Madhu. And we thank you guys for your continued support. Without your support, we would not be successful. That's the main thing here. So thank you guys. Lamp lighting ceremony. I would like to invite the executive committee, all the committee members. In his speech, he said, if he speaks in Malayalam, it's going to be a comedy show. But when I am telling me, if I am going to speak in English, it's going to be a comedy show. But still, I have to do it. Please bear with me, okay? Honoring Inspector Shibu Madhu in recognition and appreciation of your invaluable service and outstanding contributions to the New York City Police Department. Your dedication, professionalism, and commitment to the people of New York City and truly commendable. Malayali Association of Staten Island, Jacob Joseph President, Alex Thomas Secretary, Jose Varghese Treasurer, April 12, 2025. My name is not here. Alexander will join Secretary, okay? सर्वकार्येषु सर्वदा
गणेशाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि गानचन्द्राय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने गुरुविक्रमाय गुह्यप्रवराय गुरवे गुणगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्म
ഈ മൺകുടമങ്ങി തിരുപാദ സന്നിധി മലിനമായ ഈ മൺകുടമങ്ങി തിരുപാദ സന്നിധി അർപ്പണം ചെയ്തിടും ദാസരിൽ നാഥ കൃപയേകിടും കൃപയേകിടും മാലിന്യം നീക്കിടുവാൻ സ്നേഹസ്വരൂപാ അവദർശനം ഈ അർച്ചന ചെയ്തിടും ദാസരിൽ നാഥ തുണയേകിടും നിന്റെ ഞാനെന്നും നിറഞ്ഞിടും സ്നേഹസ്വരൂപ അവദർശനം ഈ ജീവിതമലരി അനുഗ്രഹവർഷം ചൊരിയണമേ സ്നേഹസ്വരൂപ അവദർശനം ഈ വർഷത്തെ 2020 ഏറ്റവും മെച്ച ഒരുപാട് പ്രോഗ്രാമും ചാരിറ്റി വർക്കൊക്കെ ചെയ്യുവാൻ ദൈവം അനുവദിക്കട്ടെ, അതിനുള്ള പണം കണ്ടെത്തട്ടെ. എല്ലാവിധമായ സപ്പോർട്ടും നമ്മുടെ അസോസിയേഷനിൽ നിന്നുണ്ടായിരിക്കും. നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ലക്ക്. ഗോഡ് ബ്ലെസ് യു.
Wow. What an electrifying performance. Give it up for Alina, Adeline, Davina, Dia, Allison, Julia, Olivia, Daphne, and Ava. 1, 2, right. One more. 1, 2. ഇന്ന് ഈ പ്രോഗ്രാം ഇന്നലെ രാത്രി ഞാനും ഇതിന്റെ പ്രസിഡന്റും മലയാളീസ് പ്രസിഡന്റും കൂടെ ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഈ മീനും ഒന്നുകൂടെ കൺഫൈൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. നമ്മൾ എത്ര പേര് കടന്നു വരുമെന്നുള്ളത്. എന്നിരുന്നാലും ഞങ്ങൾ ഉദ്ദേശിച്ചതിലും അതിലുപരിയായി നിങ്ങളുടെ സ്നേഹവും സന്തോഷവും സഹകരണവും ഇന്നത്തെ ഈ ഇനാഗ്രേഷനിൽ നിങ്ങൾ കാണിച്ച സന്മനസ്, നിങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹവും മലയാളി അസോസിയേഷൻ്റെ ഈ വർഷത്തെ 2025 പ്രവർത്തന ഉദ്ഘാടനത്തിലും ട്രഷറർ എന്ന നിലയിലും നിങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുക. Thank you all who come today. Serving as the Chief Nursing Officer at South Beach Psychiatric Center, Dr. Shala Roshan. She is a valuable asset to Malayali Association of Staten Island. Give her one round of applause, please. Thank you.